ഓക്കെ, നമുക്ക് ഇന്ന് ഹോസ്പിറ്റലുകളുമായിട്ട് ബന്ധപ്പെട്ട് പർച്ചേസ് റിട്ടേണും എങ്ങനെ അക്കൗണ്ട് ചെയ്യാമെന്നത് നോക്കാം. ഹോസ്പിറ്റലുകളിലെ പർച്ചേസ് റിട്ടേണും വ്യത്യസ്തമാകുന്നതിന്റെ കാരണം മറ്റു പല സ്ഥാപനങ്ങളിലും പർച്ചേസിന് ആനുപാതികമായി അത്രയധികം റിട്ടേണുകളൊന്നും ഉണ്ടാവത്തില്ല. എന്നാൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചോളം സിനാരിയോ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. കാരണം ഹോസ്പിറ്റലിൽ വളരെയധികം മെഡിസിൻസും സർജിക്കൽ ഐറ്റംസും ഒക്കെ നമ്മൾ വാങ്ങുന്നതാണ്. അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കൂടുതലാണ്. വളരെയധികം സാധനങ്ങൾ നമ്മൾ സപ്ലയർക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ ബിഫോർ എക്സ്പയറി തിരിച്ചു കൊടുക്കും, ചില നമുക്ക് മൂവിങ് ഇല്ലാത്തത് കൊണ്ട് തിരിച്ചു കൊടുക്കും, പകരം മറ്റു പ്രോഡക്റ്റുകൾ വാങ്ങും. ഇങ്ങനെ ഒരു പ്രോസസ് റെഗുലർ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന്റെ പാർട്ടായിട്ട് നടക്കുന്നുണ്ട്. ഇത് പലപ്പോഴും നമ്മുടെ അക്കൗണ്ടിങ്ങിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യത. ആക്ച്വലി ഇത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ആ പ്രോസസ് ഫ്ലോ ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി. നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും GR എൻട്രി ഇടുമ്പോൾ നമ്മുടെ പർച്ചേസ് അക്കൗണ്ടിൽ നമ്മളൊരു എക്സ്പെൻഡിച്ചർ കാണിച്ചു. ഇതിപ്പോൾ ക്രെഡിറ്റ് പർച്ചേസ് ആയിരിക്കും മിക്കവാറും ഹോസ്പിറ്റലെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ലയബിലിറ്റിയിൽ സൺട്രി ക്രെഡിറ്റേഴ്സിൽ നമ്മൾ ആ വെൻഡർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് എൻട്രിയും കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടും നമുക്ക് അവിടെ എത്തി ഒരു എക്സ്പെൻഡിച്ചർ സൈഡിൽ നമ്മൾ മെഡിസിൻ പർച്ചേസിലേക്ക് ഒരു വാല്യൂ വന്നിട്ടുണ്ട്, ഒരു ക്രെഡിറ്റ് വാല്യൂ സൺട്രി ക്രെഡിറ്റേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് കയറിയിട്ടുണ്ട്. നമുക്കിവിടെ ബാലൻസ്ഡ് ആയി നിൽക്കുമ്പോഴാണ് നമുക്ക് കുറച്ച് പ്രോഡക്റ്റ് തിരിച്ചു കൊടുക്കേണ്ടതുള്ളത് സപ്ലയർക്ക്. അങ്ങനെ തിരിച്ചു കൊടുക്കുന്നതിന് നമ്മൾ ഡിസൈഡ് ചെയ്ത് അവർ വന്ന് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോവുകയോ നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുകയോ എന്താണ് ചെയ്യുന്നത് ആ ദിവസം നമ്മുടെ അടുത്ത് നിന്ന് ആ പ്രോഡക്റ്റ് പുറത്തേക്ക് മൂവ് ചെയ്യുന്നത് GR എൻട്രി വെച്ചിട്ടാണ് നമ്മൾ അകത്തേക്കുള്ള പ്രോഡക്റ്റിന്റെ എൻട്രി മാർക്ക് ചെയ്തത്. അതുപോലെ നമ്മുടെ സ്ഥാപനത്തിൽ തിരിച്ചു കൊടുക്കേണ്ട പ്രോഡക്റ്റ് ഏതൊക്കെ കൗണ്ടറിലുണ്ടോ അതെല്ലാം സ്റ്റോറിലേക്ക് തിരിച്ച് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ കൊണ്ടുവന്ന പ്രോഡക്റ്റുകളെ നമ്മൾ പുറത്തേക്ക് മൂവ് ചെയ്യുന്നത് മാർക്ക് ചെയ്യുന്നത് നമ്മുടെ പർച്ചേസ് റിട്ടേൺ വഴിയാണ്. അങ്ങനെ ആ പർച്ചേസ് റിട്ടേൺ വഴി നമ്മളത് മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ ആക്ച്വലി നമുക്ക് അവിടെ അടുത്ത ഒരു റവന്യൂ മാർക്ക് ചെയ്യേണ്ട കാര്യമായി. കാരണം ആൾറെഡി പർച്ചേസ് നടന്നു കഴിഞ്ഞതിന് പല ഇൻവോയ്സുകൾ വഴി നമ്മൾ എക്സ്പെൻഡിച്ചർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ ആ പ്രോഡക്റ്റിന് ഈക്വൽ ആയിട്ടുള്ള പൈസ ആ വെണ്ടർ നമുക്ക് തരേണ്ടിയിരിക്കുന്നു. അങ്ങനെ നമ്മളവിടെ റവന്യൂ മാർക്ക് ചെയ്തു. ആ മാർക്ക് ചെയ്യപ്പെട്ട റവന്യൂ ആക്ച്വലി നമ്മുടെ പർച്ചേസിൽ നിന്ന് അതേ സപ്ലയർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് കുറയുകയാണ് ചെയ്യുന്നത്. റിയലി ചിലപ്പോൾ ക്യാഷ് ഒന്നും വരില്ല, കുറയുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ നെഗോഷിയേറ്റ് ചെയ്ത എമൗണ്ട് ആണ് കൊടുക്കുക. ഇതിനെ വേണേൽ കോൺട്രാ എൻട്രി ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു എൻട്രി ഇവിടെ വന്നു കഴിഞ്ഞിട്ട് സപ്ലയർ അവരിത് അക്സെപ്റ്റ് ചെയ്തതിൻ്റെ അക്നോളജ്മെന്റ് ആയിട്ട് നമുക്ക് തരുന്നത് അവരുടെ സെയിൽസ് റിട്ടേൺ നോട്ടാണ്. നമ്മൾ ക്രെഡിറ്റ് നോട്ട് എന്ന് വിളിക്കും. അവരുടെ ആ സെയിൽസ് റിട്ടേൺ നോട്ട് ഇവിടെ കിട്ടിക്കഴിയുമ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്തതിനെ കുറിച്ച് നമുക്കറിയാൻ പറ്റും. ഇനി നമ്മളടുത്ത് ഡൗട്ട് ചോദിച്ച ഒരു ക്ലയന്റ് ഉന്നയിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഞങ്ങൾ കട്ട് സ്ട്രിപ്പ് ഒക്കെ കൊടുക്കുമ്പോൾ അവർ റിജക്റ്റ് ചെയ്യും. അത്രയും പൈസ ഞങ്ങൾക്ക് പിന്നീട് പർച്ചേസ് റിട്ടേണിൽ നിന്ന് റിഡ്യൂസ് ചെയ്തിട്ടാണ് ക്രെഡിറ്റ് നോട്ട് കിട്ടുന്നതെന്ന്. ആക്ച്വലി അവിടെ കൺസെപ്റ്റിന്റെ ഒരു തെറ്റാണ്. നമ്മൾ കൺസ്യൂം ചെയ്തു തുടങ്ങിയ ഒരു പ്രോഡക്റ്റ് നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. ഒരു സ്ട്രിപ്പിൽ നിന്ന് നമ്മൾ കുറച്ച് ഉപയോഗിച്ചു ബാക്കി കൊടുത്താൽ അവരെങ്ങനെയാണ് ഒരു ഓൾ പ്രോഡക്റ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്? അതുകൊണ്ട് നമ്മുടെ റിട്ടേണ് നമ്മുടെ വെണ്ടറുമായിട്ട് നമ്മുടെ ടേംസ് എന്താണോ അതനുസരിച്ച് കൃത്യമായി റിട്ടേൺ ചെയ്യണം. അപ്പോൾ നമുക്ക് അതിന് ഒരു ഓൾ പ്രോഡക്റ്റ് ആണ് അവരുമായിട്ട് റിട്ടേൺ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ഓൾ പ്രോഡക്റ്റ് മാത്രമേ നമ്മുടെ പർച്ചേസ് റിട്ടേണിനകത്ത് എൻട്രി ചെയ്യാവൂ. ആ എൻട്രി നമ്മളിവിടെ മാർക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞതാണ്. എന്നാലും അപൂർവമായ സാഹചര്യങ്ങളിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മളുടെ പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞ ഡെബിറ്റ് നോട്ട് എൻട്രി ചെയ്യപ്പെട്ടതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവർ തരുന്ന റെസിപ്റ്റിൽ ഈ എമൗണ്ട് കുറഞ്ഞു പോയാൽ എന്ത് ചെയ്യും എന്നതാണ് അടുത്ത ചോദ്യം. ആക്ച്വലി അത് നമ്മളുടെ വീണ്ടും ഒരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ബിൽഡപ്പ് ആകും അവിടെ ചെയ്യുന്നത്. കാരണം നമുക്കൊരു എക്സാമ്പിൾ 25,000 രൂപയുടെ പ്രോഡക്റ്റ് വാങ്ങിച്ചു. കുറച്ച് കഴിയുമ്പോൾ 5,000 റുപ്പീസിന്റെ പ്രോഡക്റ്റ് നമ്മൾ തിരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് 25,000 രൂപ നമ്മുടെ പർച്ചേസ് എക്സ്പെൻസിൽ കാണിച്ചു. നമ്മുടെ സെയിൽസ് റിട്ടേണിൽ നമ്മൾ 5,000 റുപ്പീസ് നമുക്ക് കിട്ടാനുണ്ടെന്ന് കാണിച്ചു. ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ അവർ റീകൺസിലേഷൻ കഴിഞ്ഞുകൊണ്ട് ക്രെഡിറ്റ് നോട്ട് ആക്ച്വലി അത് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടേണ്ടതാണ്. സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. ഡിലേ ഒന്നും വരേണ്ട ആവശ്യമില്ല. അവരുടെ പ്രോഡക്റ്റ് വെരിഫൈ ചെയ്താൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ തരേണ്ടതാണ് അവരുടെ സെയിൽസ് റിട്ടേൺ, അതായത് ക്രെഡിറ്റ് നോട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് തരേണ്ട. അതിന് ഡിലേ ആയാലും അതിവിടെ എത്തിക്കഴിയുമ്പോൾ അതിൽ അവർ ഡിഫറൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡിഫറൻസ് നമ്മുടെ ലോസ് ആണ്. ആ ലോസ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് എൻട്രിയിൽ കൂടെ നമുക്ക് കാണിക്കാൻ പറ്റണം. അനദർ വൺ എക്സ്പെൻഡിച്ചർ ആണ് റിയലി അത്. സോ ഇത്തരത്തിൽ വളരെ കൃത്യമായിട്ട്
ഇത് മാർക്ക് ചെയ്യപ്പെട്ടാലാണ് അക്വറൽ അക്കൗണ്ടിങ് സിസ്റ്റം അനുസരിച്ച്, അതായത് നമുക്ക് റവന്യൂ റിയൽ ക്യാഷ് ഫ്ലോയിലല്ല മാർക്ക് ചെയ്യേണ്ടത്, എപ്പോൾ ബുക്ക് ചെയ്യപ്പെടുന്നോ അപ്പോൾ മാർക്ക് ചെയ്യണം. എക്സ്പെൻഡിച്ചർ റിയൽ ക്യാഷ് ഫ്ലോയിലല്ല എക്സ്പെൻഡിച്ചർ ബുക്ക് ചെയ്യേണ്ടത്. എക്സ്പെൻഡിച്ചർ എപ്പോൾ നമുക്ക് മാർക്ക് ചെയ്യപ്പെടുന്നോ അപ്പോൾ നമുക്ക് അക്കൗണ്ടിൽ അത് എത്തേണ്ട ആവശ്യമുണ്ട്. സോ ഈ ഒരു ക്ലാരിറ്റിയുടെ ആവശ്യമുണ്ട്. കൂട്ടത്തിൽ പലപ്പോഴും പറഞ്ഞു കേൾക്കുന്നതാണ്, നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും ഒന്നും അറിയണ്ട, പർച്ചേസിന്റെ റിട്ടേൺ കറക്റ്റ് ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്താൽ മതിയെന്ന്. റിയലി അക്കൗണ്ട്സിൽ ആകെ 2 കാര്യങ്ങളേ ഉള്ളൂ. ഒരു ജേർണൽ എൻട്രി ഇടുമ്പോൾ അത് ഡെബിറ്റ് സൈഡിൽ വരുമോ ക്രെഡിറ്റ് സൈഡിൽ വരുമോ, വളരെ സിമ്പിൾ അത് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഡെബിറ്റിനെയും ക്രെഡിറ്റിനെയും കുറിച്ച് വളരെ കൃത്യമായിട്ടൊരു ക്ലാസ് തന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു ഓഡിറ്ററുമായിട്ട്, നിങ്ങൾ തന്നെ ഓഡിറ്ററുമായിട്ട് അത് സംസാരിച്ചാൽ അവർ ഈ കാര്യത്തിൽ വളരെ കൃത്യതയുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ ഇതെന്നത് നന്നായി തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ഈ സെയിൽസ് റിട്ടേൺ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് അറിയേണ്ടത്. ഇത്രയേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പർച്ചേസ് ഒരു എക്സ്പെൻസ് വരുന്നത് പോലെ പർച്ചേസ് റിട്ടേൺ നമ്മുടെ ഒരു റവന്യൂ പോലെ നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് പുറത്തേക്ക് പോകുന്ന ആ ദിവസം തന്നെയാണ് മാർക്ക് ചെയ്യേണ്ടത്. അത് കുറെ കാലം കഴിഞ്ഞ് അവർ ക്രെഡിറ്റ് നോട്ട് തരുമ്പോഴല്ല മാർക്ക് ചെയ്യേണ്ടത്. ക്ലാരിറ്റി കിട്ടിക്കാണോ എന്ന് വിശ്വസിക്കുന്നു.